സംസ്ഥാനത്ത് മഴ ശക്തമാകുമ്പോഴും ഡാമുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്ത സർക്കാർ. പ്രധാനപ്പെട്ട ഡാമുകളിൽ ഉൾപ്പെടെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പല ഡാമുകളിലും ചോർച്ചയുള്ളതായി മാസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിട്ടും പരിഹാരങ്ങൾ കണ്ടെത്താൻ സർക്കാരിനായിട്ടില്ല. 2022 മുതൽ ഡാമുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിച്ചിട്ട് മൺസൂണിന് മുമ്പ് സംസ്ഥാന അതിർത്തികൾ ഉൾപ്പെടുന്ന 42 ഡാമുകളും സർക്കാർ സുരക്ഷ ഉറപ്പാക്കണമായിരുന്നു. 2020 ശേഷം സുരക്ഷാ പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല. 2021 ഡിസംബറിൽ കേന്ദ്ര ഡാം സുരക്ഷാ നിയമം നിലവിൽ വന്നു. ഇതോടെ അതോറിറ്റി ചെയർമാന്റെ ഓഫീസ് കാലാവധി അവസാനിക്കുകയുണ്ടായി. തുടർന്ന് സുരക്ഷാ പരിശോധനകളും സർക്കാർ നിർത്തിവെച്ചു. ഡാമുകളിൽ പലതിനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പരിശോധനയിൽ അപാകതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ വാദം. ഭൂതത്താൻകെട്ട് ഡാമിന്റെ ചില ഭാഗങ്ങളിൽ പൊട്ടലുള്ളതായും 3.5 മീറ്റർ ഉയരത്തിൽ ചോർച്ചയുള്ളതുമായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഡാമിലെ ഡ്രെയിൻ ഹോളുകളിൽ അടഞ്ഞുകൂടിയ കാൽസിനേഷൻ നീക്കം ചെയ്യാത്തത് ഒരു പ്രധാന വീഴ്ചയായി പരിശോധനാ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിലും റബ്ബർ സീലുകൾ മാറ്റാത്തതിനാൽ സ്പിൽവേ ഷട്ടറിൽ നിന്നും ജലം ഊർന്നിറങ്ങുന്നുണ്ട്. ഇത്രയും ഗുരുതര വീഴ്ചയായി സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. റവന്യൂ തദ്ദേശ വിഭാഗങ്ങൾ സംയുക്തമായി പ്രവർത്തിച്ച് ഡാമുകളുടെ സുരക്ഷയും ജനജീവിതവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഡാമുകളിൽ ഉണ്ടായ തകരാറും ചോർച്ചയും പരിഹരിക്കാത്തതും വലിയ അപാകതയാണ്. ജനം, തിരുവനന്തപുരം.